കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello everyone, welcome to LearnWise Igno Focus 3.0. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിൽ ബി ഡിസ്കസിങ് MEG 14 എന്ന് പറയുന്ന പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ആക്ച്വലി വി ആർ പ്രൊവൈഡിങ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ MEG 14 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ മേജർ ഏരിയാസും ആൻഡ് ഓൾസോ അതൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ആണ് നമ്മൾ ഈ ഒരു സെഷനോട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ അനലൈസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് MA ഇംഗ്ലീഷിന്റെ MEG 14 ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. വെൽക്കം ടു ദി IGNO TEE PYQUA In-depth analysis and predictive exam guide for MEG 14 Contemporary Indian Literature and English Translation. This guide is a meticulously crafted resource designed to help students excel in their term and examination TEE for December 2024. Drawing an extensive analysis of previous question papers and a comprehensive understanding of the syllabus, this guide equips you with strategic insights, predictive trends, and preparatory tools to maximize your exam readiness. അപ്പം നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ ആക്ച്വലി MEG 14 എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ് ടു നമ്മുടെ ജൂൺ 2024 വരെയുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ളത്, നമ്മളുടെ ഫോക്കസ് എങ്ങോട്ടേക്ക് ആയിരിക്കണം, അതിൽ നമ്മൾ ഏതൊക്കെ മേജർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോർമലി ചോദിച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ ചോദിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾ വെൽ എക്യുപ്ഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സെഷൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾ ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ യൂണിറ്റ്സിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കണം, എങ്ങനെ നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, അതിന് നമ്മളുടെ പാറ്റേൺസ് ഏത് രീതിയിലായിരിക്കണം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടോട്ടലി നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് എക്സാമിന് കംപ്ലീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ ഡൂയിങ് ദ സെഷൻ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ഗൈഡ്. The guide aims to provide a targeted and efficient approach to studying, focusing on high relevance topics, recurring questions, and predicted themes. By aligning past exam trends with the course syllabus, this document ensures you invest your time on areas most likely to yield results. The inclusion of model answers, detailed syllabus mapping, and a predictive question paper empowers you to prepare with confidence and precision. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, റെപ്പറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവുമല്ലോ. ഇത്രയും പേപ്പേഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ന ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു പേപ്പറിനകത്ത് ഏതൊക്കെ ഏരിയാസ്, ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ് ആൻഡ് ആ ഒരു യൂണിറ്റിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ നോക്കേണ്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്ലസ് ഈ ഒരു വീഡിയോയിൽ എൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതിന് ഡീറ്റെയിൽഡ് സൊല്യൂഷനും ആൻസേഴ്സും എല്ലാം നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അതും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡോക്യുമെന്റ് സ്ട്രക്ചർ. ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന വീഡിയോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ. This section sets the stage
explaining the guide's purpose, its systematic approach, and how it leverages data-driven insights to enhance your preparation. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങളെന്നും അതിനെങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് നമ്മൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അബൌട്ട് ദി സിലബസ് മാപ്പിംഗ് by blocks, units, and topics with exam relevance. An in-depth mapping of MEG 14 syllabus, breaking down the course by its blocks and units. This section highlights the topics frequently tested in exams and the relative importance, helping you prioritize your study plan. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് ഓഫ് നമ്മുടെ ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നമുക്ക് ഏതൊക്കെ ബ്ലോക്സുകൾ ഉണ്ട്, അതിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ടുള്ളത്, ആൻഡ് ആ ഒരു യൂണിറ്റ്സിൽ തന്നെ നമുക്ക് ഏതൊക്കെയാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്സുകൾ വരുന്നത്, അത് ഏതൊക്കെയാണ് എക്സാമിന് ഫ്രീക്വന്റ്ലി ചോദിക്കാറ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ എക്സാമിന് വളരെ വെൽ എക്യുപ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് മൂവ് ടു ദി തേർഡ് വൺ, കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇതിൽ നമ്മൾ വിൽ ബി പ്രൊവൈഡിംഗ് എ റിവ്യൂ ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്, thematic focus, and distribution trends over recent years. This section helps you understand the exam structure and the types of questions typically posed. നമ്മുടെ തേർഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്, എന്താണ് ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ടിപ്പിക്കലി ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ വരുന്നത് repeated questions analysis by blocks, units, and topics. A compilation of recurring questions organized by syllabus blocks and units. This section enables you to identify key areas that demand repeated attention. And towards last, topic probability and prediction analysis. Based on historical data and current trends, this section predicts the high probability topics for the upcoming December 2024 TEE. It serves as a guide to focus your revision on likely exam content. 6. Predictive question paper for December TEE 2024. A mock question paper tailored to simulate the actual exam, providing a realistic practice tool. 7th one, model answers with evaluation criteria, well-structured answers to key questions developed with IGNO's evaluation standards in mind. The section helps you understand how to frame responses to meet grading criteria effectively. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരുമ്പോഴേക്ക് നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കാണും. അത് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടുള്ളത്, പ്ലസ് അതിന്റെ എല്ലാ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസ് ലേണേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, next, approach and methodology. The guide employs a data-driven approach, analyzing trends in previous year question papers while mapping them against the syllabus structure of MEG 14. Key resources such as syllabus outlines, examination blueprints, and recurring thematic patterns form the foundation of the study tool. The predictive analysis combines statistical insights with qualitative assessments to prioritize topics effectively. Importance of predictive analysis and model answers. The predictive analysis offers a roadmap to focus on high-yield topics, saving you from the pitfall of over-preparing low-relevance areas. Coupled with model answers, this guide not only enhances your conceptual clarity, but also on the ability to craft exam-ready responses, ensuring alignment with IGNO's rigorous evaluation standards. അപ്പൊ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് നമുക്ക് ടോപ്പിക് ഉള്ള സമയത്ത് ഇങ്ങനെ വാരി വലിച്ച് എല്ലാം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മളൊരു ഹാർഡ് വർക്കിനെക്കാട്ടിൽ ഇപ്പോഴും കുറച്ചും കൂടെ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്താലേ നമ്മൾക്ക് കാര്യമുള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മുടെ സിലബസ് അത്യാവശ്യം കുറച്ച് വാസ്റ്റ് ആണ്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പൊ എല്ലാ ഏരിയാസും ഇനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. കാരണം കുറച്ച് ഏരിയാസിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ട്രസ്റ്റ് ഏരിയ ഉണ്ടാകും. അപ്പൊ നമ്മൾ അതൊക്കെ ഏതൊക്കെയാണ് ആ ഒരു ഫോക്കസ് ഏരിയാസ് കൊടുക്കണതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു പാർട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് ആക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് unique aspects of MEG 14 exam preparation. MEG 14 dwells into the rich history of Indian literature through translations, focusing on cultural, linguistic, and historical nuances. The course encompasses canonical texts like Samskara and Thamas,
alongside thought-provoking short stories and poetry. This guide highlights the interplay of themes like identity, power, communalism, and translation issues, ensuring your preparation captures these distinctive dimensions. So, നമ്മളുടെ MEG 14 മെയിൻ ആയിട്ട് വരുന്ന ഒരു എക്കണോമിക്കൽ ടെക്സ്റ്റുകളാണ് സംസ്കാര ആൻഡ് തമസ്. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണം. പ്ലസ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തീംസ് നമ്മൾ ഓഫ്കോഴ്സ് നോക്കണം. ഓക്കെ. നമ്മൾ ഇതിന്റെ സിലബസ് വൈസ് നമ്മൾ ഇതിനെ ഓരോ ബ്ലോക്സുകളായിട്ടും പ്ലസ് യൂണിറ്റ്സ് ആൻഡ് അതിൽ വരുന്ന മേജർ ടോപ്പിക്സ് മീൻസ് നമ്മുടെ എക്സാമിന്റെ വ്യൂ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ടേബിളിനകത്ത് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഇൻ എക്സാംസ് എന്നും ഇമ്പോർട്ടൻസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എക്സാംസിന് എത്ര തവണയാണ് ഈ പറയുന്ന റെസ്പെക്റ്റീവ് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇമ്പോർട്ടൻസ് നമുക്കിവിടെ രണ്ട് കാറ്റഗറി ഉണ്ട്, ഹൈയും മീഡിയം. ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും മീഡിയം എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ലെവലിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ബ്ലോക്ക് 1 ദാറ്റ് ഇസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ്. അപ്പൊ അതിൽ നമുക്ക് യൂണിറ്റ് 1 ദ കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചറിനകത്ത് അതൊരു ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പം അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഐഡിയ ഓഫ് ഇന്ത്യ ആസ് എ നേഷൻ, ഇന്ത്യൻനെസ് ഇൻ ലിറ്ററേച്ചർ, പിന്നെ ഏൻഷ്യന്റ് ആൻഡ് മിഡിൽ ഇൻ ലിറ്ററേച്ചർ. ഓക്കെ. അതേ കണക്ക് നമ്മൾ ഇപ്പം ആ ഒരു ഏൻഷ്യൻ മിഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മീഡിയം ഇമ്പോർട്ടൻസ് ആണ്. അത് 2 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ളത് ഐഡിയ ഓഫ് ഇന്ത്യ ആസ് എ നേഷനകത്തും ഇന്ത്യൻനെസ് ലിറ്ററേച്ചറിനകത്തുമാണ്. ഓക്കെ. ഇനി നമ്മൾ യൂണിറ്റ് 2 പോവുകയാണെങ്കിൽ ദറ്റ് ഇസ് മോഡേൺ പീരീഡ് ആണ്. അതിൽ നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ ആണ്. അപ്പം 3 ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കാനുള്ള ഏരിയാസുകളാണ് പ്രോസ്, നോവൽ, ഡ്രാമ, എവല്യൂഷൻ, 19th ആൻഡ് 20th സെഞ്ചുറി. ഓക്കെ. നമ്മുടെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് അതൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്നതാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. അപ്പം അതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സുകളാണ് ഡെഫിനിഷൻസ്, മൾട്ടിലിംഗ്വൽ ട്രഡിഷൻസ്, ട്രാൻസ്ലേഷൻ ഇഷ്യൂസ്. ആൻഡ് ഇതേ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്നതാണ് നമ്മുടെ യൂണിറ്റ് 4 ദാറ്റ് ഇസ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. അതിൽ വരുന്ന മെയിൻ ടോപ്പിക്സുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ലേഷൻ, പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അപ്പൊ ഇതൊരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ. ആൻഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് സംസ്കാര ബൈ UR ആനന്ദമൂർത്തി. അപ്പം സിമിലർ ആയിട്ട് നമ്മൾ ബ്ലോക്ക് 1 പറഞ്ഞ കണക്ക് തന്നെ ബ്ലോക്ക് 1 ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസും പ്ലസ് അതിന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ് ആ ഒരു ബ്ലോക്കിലെ ബാക്കി യൂണിറ്റ് 2ഉം 3ഉം 4ഉം നമുക്ക് ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ദറ്റ് ഇസ് റൈറ്റർ ആൻഡ് ലിറ്റററി കോണ്ടെക്സ്റ്റില് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് UR ആനന്ദമൂർത്തിയാണ്. ഓക്കെ. ഇനി നമ്മുടെ യൂണിറ്റ് 2, 3 ആൻഡ് 4 ദർ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ അതിൽ യൂണിറ്റ് 2ന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. യൂണിറ്റ് 3യുടേത് 5 ആണ് ഫ്രീക്വൻസി. ആൻഡ് ഫോർ ദി യൂണിറ്റ് 4 നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ യൂണിറ്റ് 2 എന്ന് പറയുന്നത്
ചാപ്റ്റർ സമ്മറീസ്, ഫോക്കലൈസേഷൻ ആൻഡ് ഇന്റർടെക്സ്റ്റുവാലിറ്റി ആണ് നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ്. കമ്മിങ് അണ്ടർ യൂണിറ്റ് 2 നറേറ്റീവ് സ്ട്രക്ചർ. ആൻഡ് നമ്മൾ യൂണിറ്റ് 3ലേക്ക് പോവുകയാണെങ്കിൽ തീംസ് ആൻഡ് അലിഗറി. അതിനകത്ത് വരുന്ന ആസ്പെക്ട്സുകളാണ് അലിഗോറിക്കൽ ആസ്പെക്ട്സും ബ്രാഹ്മണിസം വേഴ്സസ് ആന്റി ബ്രാഹ്മണിസം. റിമെമ്പർ ഫ്രീക്വൻസീസ് 5 ആണ്, ഇമ്പോർട്ടൻസും ഹൈ ആണ്. Then you have unit 4, that is characters and relevance. അതിന്റെയും നമ്മളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈ തന്നെയാണ്. ആൻഡ് ഫ്രീക്വൻസീസ് 3 ആൻഡ് മേജർ ടോപ്പിക്സ് ടു ബി കവേർഡ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ, കണ്ടംപററി റെലവൻസ്. നമ്മൾ ബ്ലോക്ക് 3ലേക്ക് പോവുകയാണെങ്കിൽ ദേ യു ഹാവ് തോമസ് ബൈവിഷാം സനി. ഓക്കെ, ഇതില് നമുക്ക് യൂണിറ്റ് 1 മാത്രമാണ് നമുക്ക് മീഡിയം ഇമ്പോർട്ടൻസിൽ വരുന്ന. റെസ്റ്റ് ഓഫ് ദി യൂണിറ്റ്സ് യൂണിറ്റ് 2ഉം 3ഉം 4ഉം നമുക്ക് ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ യൂണിറ്റ് 1ന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. സോ യൂണിറ്റ് 1 ഇസ് പാർട്ടീഷൻ കോണ്ടെക്സ്റ്റ്. അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ലൈഫ് ഓഫ് ഭീഷം സനി ആൻഡ് പാർട്ടീഷൻ ലിറ്ററേച്ചർ. അതിന്റെ ഇമ്പോർട്ടൻസ് മീഡിയം ആണ്. ഈ യൂണിറ്റ് 2 ഇസ് എ ഡീറ്റെയിൽഡ് സമ്മറി. ഓഫ് കോഴ്സ് നമുക്കറിയാം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരിക്കും. അപ്പം അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3 ആണ്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 സമ്മറീസ് ആണ് ഉള്ളത്. ആൻഡ് യൂണിറ്റ് 3 എന്ന് പറയുന്നത് നാരറ്റീവ് ടെക്നീക്ക് ആണ്. അതിൽ വരുന്ന ടോപ്പിക്സ് ആർ ഒംനിസെന്റ് നറേറ്റർ, പോളിഫോണിക് വോയിസസ്. അപ്പം ഇതിന്റെ ഫ്രീക്വൻസീസ് 3 ആണ്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോഴ്സ് ഹൈ തന്നെയാണ് അല്ലെ. ആൻഡ് യൂണിറ്റ് 5ല് വി ഹാവ് ലിറ്റററി ക്രിറ്റിസിസം. അതിൽ വരുന്ന മെയിൻ തീംസ് അല്ലെങ്കിൽ ടോപ്പിക്സുകൾ വരുന്നത് തീംസ് ഓഫ് കമ്മ്യൂണലിസം, തോമസ് ഇൻ ടി വി അഡാപ്റ്റേഷൻ. ആൻഡ് റിമെമ്പർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്, ഇമ്പോർട്ടൻസ് ഹൈയും കൂടിയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ബ്ലോക്ക് 3. നൗ വി ആർ മൂവിംഗ് ടു ബ്ലോക്ക് 4. അപ്പം ബ്ലോക്ക് 4 എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് സ്റ്റോറീസ് 1 ആണ്. റിമെമ്പർ യൂണിറ്റ് 1, 2, 3, 4ഉം ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയാസ് ആണ്. ഇതില് നമ്മളുടെ യൂണിറ്റ് 2ഉം യൂണിറ്റ് 4ന്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3ഉം യൂണിറ്റ് 3യുടെ ഫ്രീക്വൻസി 4ഉം യൂണിറ്റ് 1ന്റേത് 5ഉം ആണ്. ഓക്കെ, ഫ്രീക്വൻസി നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മഹാശ്വേത ദേവീസ് വർക്ക് സോൾട്ട് ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടുള്ള ടോപ്പിക് തീംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പിന്നെ യൂണിറ്റ് 2 ഇസ് ബഷീർ ബർത്ത്ഡേ. അതിൽ നോക്കേണ്ട ടോപ്പിക്സുകൾ റിയലിസം, ക്യാരക്ടറൈസേഷനുമാണ്. റിമെമ്പർ ഫ്രീക്വൻസീസ് 3, ഇമ്പോർട്ടൻസ് ഹൈ. ഓക്കെ, then unit 3 we have Nirmal Verma's births. Main topics to be looked are symbolism, narrative style. And for unit 4 we have Isma Chugdi, Chinese granny. ഇതിൽ നോക്കേണ്ട മെയിൻ ടോപ്പിക്സ് is humor, irony, narrative voice. And frequency 3 times ആണ്, ഇമ്പോർട്ടൻസ് ഹൈയും ആണ്. നമുക്ക് ബ്ലോക്ക് 5ല് വരുന്ന ഷോർട്ട് സ്റ്റോറി സെക്കൻഡ് ആണ്. അതില് വീണ്ടും നമ്മളുടെ ഇമ്പോർട്ടൻസ് ഹൈ തന്നെയാണ്. അതിൽ യൂണിറ്റ് 1 ഇസ് ഗോസ്വാമി ദി എം ടി ചെസ്റ്റ്. അതിൽ നോക്കേണ്ട മെയിൻ ടോപ്പിക്സുകൾ സ്റ്റൈലും, സിംബലിസവും ആൻഡ് അറ്റ്മോസ്ഫിയർ. ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. ആൻഡ് യൂണിറ്റ് 4 വി ഹാവ് വിജയൻ ദത്താസ് ദ കോംപ്രമൈസ് ആണ്. അതിന് ഫ്രീക്വൻസീസ് 3 ആണ്, ഇമ്പോർട്ടൻസ് ഹൈ തന്നെയാണ്. സോ അതിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്സുകളാണ് ഫോക്ലോർ ട്രഡിഷൻ, ഫോക്ക് ടെയിൽ ട്രഡിഷൻ, അലിഗോറിക്കൽ എലിമെന്റ്സ്. നമ്മൾ ബ്ലോക്ക് 6ലേക്ക് പോവുകയാണെങ്കിൽ അത് പോയട്രി ആണ്. അതിൽ നമുക്ക് അഗൈൻ യൂണിറ്റ് 3ഉം 5ഉം ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ആൻഡ് യൂണിറ്റ് 1 മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് 1 ഖാസി പോയറ്റ്സ്. അതിന് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. സോ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് സിംബലിസം, റിക്വയം ആണ്. സോ ഫ്രീക്വൻസി 2 ആണ് ആൻഡ് ഇമ്പോർട്ടൻസ് മീഡിയം ആണ്. പിന്നെ നമുക്കുള്ളത് യൂണിറ്റ് 3ഉം യൂണിറ്റ് 5. അഗൈൻ ഇതിലെ ഫ്രീക്വൻസീസ് 2ലും 3 ആണ് ആൻഡ് ഇമ്പോർട്ടൻസ് ഹൈ തന്നെയാണ്. സോ യൂണിറ്റ് 3 ആദ്യം 3ല് നമ്മൾ നോക്കേണ്ട ടോപ്പിക്സുകൾ പോയറ്റിക്, ക്രാഫ്റ്റ് ആൻഡ് സിംബലിസം. അതേസമയം നമ്മൾ യൂണിറ്റ് 5ലേക്ക് വരികയാണെങ്കിൽ ശ്രീരാധ. അതിന്റെ മെയിൻ ടോപ്പിക്സ് ടു ബി കവേർഡ് ആർ തീംസ് ഓഫ് മോഡേണിസം. അതും അഗൈൻ റിമെമ്പർ രണ്ടിന്റെയും ഇമ്പോർട്ടൻസ് ഹൈ തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് വരുന്നത് ബ്ലോക്ക് 7 തുഗ്ലക് ബൈ ഗിരീഷ് കർണാട്. ഇതിൽ യൂണിറ്റ് 2ഉം യൂണിറ്റ് 3ഉം ആണ് നമുക്ക് ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. അതിൽ യൂണിറ്റ് 2 ഇസ് ഓഥർ ആൻഡ് പ്ലേ. അതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എക്സാംസിൽ 3 ആണ്. കവർ ചെയ്യേണ്ട ടോപ്പിക്സുകൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് കർണാട്സ് കോൺട്രിബ്യൂഷൻ. അതേസമയം നമ്മൾ യൂണിറ്റ് 3ലേക്ക് പോവുകയാണെങ്കിൽ അത് തീംസും മോട്ടീവ്സും ആണ്. സോ പാർട്ട് ആൻഡ് സിംബലിസം, ചെസ്സും ഡിസ്ഗൈസും അത് മെയിൻ തീംസുകളാണ്. സോ അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ഫ്രീക്വൻസി പറഞ്ഞ 5 ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ഹൈലി ഇമ്പോർട്ടന്റ്
ഏരിയ കൂടിയാണ്. ഓക്കെ. നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ ആ ഒരു വിഷ്വൽ ഫോമിലുള്ള ഒരു ഗ്രാഫിലാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും നമ്മൾ 7 ബ്ലോക്സ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് 7 ആണ്. പിന്നെ അതിനൊപ്പം നമുക്കുള്ളത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3. സോ ഫ്രം വിച്ച് വി ക്യാൻ ഡെസിഫർ ഇസ് ദാറ്റ് ബ്ലോക്ക് 2ഉം 3ഉം 7ഉം ആണ് ഏറ്റവും നല്ല കമ്പാരിറ്റീവ്ലി നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്സുകൾ എന്ന് പറയുന്നത്. വളരെ ഡോമിനന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ടും ഫ്രീക്വന്റ്ലി ചോദിക്കുന്നത് ഈ പറയുന്ന ബ്ലോക്ക് 2ഉം 3ഉം 7. അതിൽ തന്നെ 7 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നമുക്ക് ബാക്കി വരുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്നത് ബ്ലോക്ക് 1ഉം 5ഉം 6ഉം പിന്നെ ബ്ലോക്ക് 4ഉം അത്യാവശ്യം റെലവെന്റ് ആണ്. ഓക്കെ. സോ ഇത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ഡയഗ്രത്തിലൂടെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ. ആൻഡ് അതേ സെയിം തന്നെ നമ്മളിപ്പോ ഒരു പൈ ചാർട്ടിലൂടെ എവിടേക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടേക്കാന്നുള്ളത് ഒരു പൈ ഡയഗ്രാം കൂടിയാണ് ഇത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതിന്റെ ഒരു കൈൻഡ് ഒരു എക്സാം പാറ്റേണിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് അപ്പൊ നമ്മൾ ഡയറക്റ്റ് പോയി ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഭയം വരില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ഒരു രീതി എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, അവരിപ്പോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കഴിഞ്ഞില്ല, ഹൗ ഷുഡ് ബി ആൻസർ നമുക്ക് മനസ്സിലാക്കണ്ടേ? ഓഫ് കോഴ്സ്. അപ്പം that is third is comprehensive exam pattern analysis. 1. Question formats. ഏതൊക്കെ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതിന് നമ്മൾ എങ്ങനെ വേണം ആൻസർ ചെയ്യാനായിട്ട്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. അതിന്റെ മാർക്സുകൾ എത്രത്തോളമാണ് അലോക്കേറ്റ് ചെയ്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ IGNOU exams for MEG 14 typically employ a mix of question types to assess students' analytical, interpretive, and knowledge-based skills. Below are the common formats. Number 1, essays. ഏകദേശം നമുക്ക് ഒരു 20 to 25 മാർക്സ് നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് അലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതില് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുമ്പോഴത്തേക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് സംസ്കാര ആസ് എൻ അലിഗറി, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം അനലൈസ് ദ തീം ഓഫ് പാൾ ഇൻ തുഗ്ലക്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ശരിക്കും നമ്മൾ അതിന് വളരെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത മെയിൻ തീം, അതിന്റെ കോണ്ടെക്സ്റ്റ്, ടോപ്പിക്കും എല്ലാം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് യു ഹാവ് ടു പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ക്രിട്ടിക്കൽ ഡിസ്കഷൻ, അല്ലെങ്കിൽ യു ഹാവ് ടു ഗീവ് എ ഡീറ്റെയിൽഡ് അനാലിസിസ്. ആൻഡ് റിമെമ്പർ മാർക്സ് ഒരു 20 to 25 ആണ് അതിന്റെ മാർക്സിന്റെ അലോക്കേഷൻ വരുന്നത്. ഇനി സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് വരികയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഷോർട്ട് നോട്ട്സ് അത്രയും അങ്ങ് ഭയങ്കര 5-6 പേജ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. വളരെ പ്രിസൈസ് ബ്രീഫ് ആയിട്ട് മെയിൻ പോയിന്റ്സ് കവർ ചെയ്യേണ്ടതൊക്കെ രീതിയിൽ വേണം വി ഹാവ് ടു പ്രിപ്പയർ ദ ആൻസേഴ്സ് ഫോർ ദി ഷോർട്ട് നോട്ട്സ്. അപ്പം ഷോർട്ട് നോട്ട്സിൽ മെയിൻ ആയിട്ട് ഒരു ബ്രീഫ് ആൻഡ് ഫോക്കസ് ഡിസ്കഷൻ ഓൺ കീ ആസ്പെക്ട്സ് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ തീംസ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നറേറ്റീവ് വോയിസ് ഇൻ ടിനീസ് ഗ്രാനി ചോദിക്കാം, അല്ലെങ്കിൽ സിംബലിസം ഇൻ ദി എം ടി ചെസ്റ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഷോർട്ട് നോട്ട്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുക. ആൻഡ് ഇതിന്റെ ഒരു മാർക്സ് അലോക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 10 മാർക്സ് ആണ് നമുക്ക് ഇതിന് ഉള്ളത്. ഓക്കെ. പിന്നെ തേർഡ് ഇസ് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്.
Okay, so students they need to analyze അല്ലെങ്കിൽ they need to interpret passages from the text in the syllabus. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ we have to interpret the given passage. നമ്മുടെ സിലബസിലുള്ള ടെക്സ്റ്റിന് റെസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾസ് വരികയാണെങ്കിൽ പാസേജസ് ഫ്രം തമസ് ഓർ പോയട്രി സെലക്ഷൻസ് വരാം. പിന്നെ മാർക്ക് എലോക്കേഷൻ എന്ന് പറയുന്നത് 20 മാർക്സ് പെർ പാസൻ. ടിപ്പിക്കലി സ്റ്റുഡൻസ് മസ്റ്റ് അറ്റൻഡ്. നമുക്ക് ചോയ്സ് ഉണ്ടാകും, അതിൽ നമ്മൾ ഇനി വി ഹാവ് ടു അറ്റൻഡ്. നമുക്ക് നാലാമത് ഒരു ക്രൈറ്റീരിയ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിറ്റിക്സ് ആണ്. സോ ഇതിൽ ബേസിക്കലി നമ്മൾ ഒരു വർക്ക് ഉണ്ട്, അപ്പൊ അതിന്റെ സമ്മറിക്ക് ഉപരി അതില് ഡിവൈസസുകള്, ടെക്നീക്സുകള്, സ്റ്റൈല്, തീംസ് അതിനെയെല്ലാം ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് നമ്മുടെ ക്രിറ്റിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, critically comment on Bama's reflections on caste and gender in Karku. Okay. So ഇതിന്റെ ഒരു മാർക്ക് അലോക്കേഷൻ വരിക 20 മാർക്സ് ആണ് നമുക്ക് ഇതിന് അലോട്ട് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ്. A detailed examination of the past papers reveals recurring trends in the emphasis placed on certain book blocks and units. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ ഫോക്കസ് കൊടുക്കാനുള്ള ഏരിയാസ്. അപ്പൊ നമ്മൾ നോക്കുന്നത് നമുക്കിപ്പം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, പാറ്റേൺസ്. അപ്പം അതിനകത്ത് നിന്ന് ഇപ്പം എസ് വരികയാണെങ്കിൽ ഏത് ബ്ലോക്കിൽ നിന്നായിരിക്കും വരിക, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഷോർട്ട് ആണെങ്കിൽ ഏതിൽ നിന്ന് വരും. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പാർട്ടാണിത്. അപ്പൊ നമ്മള് ബ്ലോക്ക് 2 ഇല്ലേ, സംസ്കാരം. അപ്പം അതില് ഫ്രീക്വൻസി വെരി ഹൈ ഫ്രീക്വൻസി ആണ്. അപ്പൊ നോർമലി അതിൽ ചോദിക്കപ്പെടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്, പിന്നെ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പം അതിൽ നമ്മൾ കവർ ചെയ്യേണ്ട മെയിൻ ടോപ്പിക്സ് വിത്ത് റെസ്പെക്റ്റീവ് ടു ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അലിഗറി, ഫോക്കലൈസേഷൻ, ബ്രാഹ്മണിസം. ഓക്കെ. ആൻഡ് ഇഫ് യു മൂവ് ടു ബ്ലോക്ക് 3 തമസ്, അതിൽ ഫ്രീക്വൻസി ഹൈ ആണ്. അപ്പൊ അതിൽ വരുന്ന ടോപ്പിക്സ് കമ്മ്യൂണലിസം, പാർട്ടിഷൻ, നറേറ്റർ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, പ്ലസ് ക്രിറ്റിക്സും ഉണ്ട്. നമ്മൾ ബ്ലോക്ക് 7ലേക്ക് ഇഫ് യു ഗോയിങ് ടു, അതിന്റെ ഫ്രീക്വൻസീസ് വെരി ഹൈ ആണ്. ബേസിക്കലി നമുക്ക് എസ്സേസും ഷോർട്ട് നോട്ട്സും ആണ് ചോദിക്കാറ്. ആൻഡ് അതിൽ വരുന്ന കീ ടോപ്പിക്സുകൾ എന്ന് പറയുന്ന പവർ, മോട്ടീവ്സ് ആൻഡ് സിമ്പിൾസ്. നമുക്ക് ആ റെസ്പെക്റ്റീവ് വർക്കുമായിട്ടുള്ള അതിന്റെ മോട്ടീവ്സും സിമ്പിൾസും. ആൻഡ് ബ്ലോക്ക് 4 നമ്മൾ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ദ ഷോർട്ട് സ്റ്റോറീസ്. അവിടെയും നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആണ്. അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സും പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കാറ്. ആൻഡ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടുള്ളത് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ സോൾട്ടും റിയലിസം ഇൻ ബർത്ത്ഡേ ആണ്. ഓക്കെ. സോ റെക്കറിംഗ് ഫോക്കസ്. അപ്പൊ ഏതൊക്കെ ബ്ലോക്സുകളാണ് ഇങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു പാറ്റേണിലേക്ക് ഫോളോ ചെയ്ത് നമുക്ക് നോക്കാം. സോ ബ്ലോക്ക് 2, 3 and 7 dominate in exams. Short stories, block 4, are favored for short notes and passage-based questions. Shift in focus. നമ്മൾ എപ്പോഴും എവിടെങ്കിലൊക്കെ ഒരു ട്രെൻഡിനകത്തൊരു മാറ്റം വരാറില്ല. അപ്പം അങ്ങനെയുള്ളൊരു ട്രെൻഡ് നമ്മൾ കണ്ടതാണ് ഷിഫ്റ്റ് ഇൻ ഫോക്കസ്. Recent years have shown increased emphasis on critical interpretations of caste and gender politics in works like Karuk. 3. Marked distribution trends. The IGNOU MEG 14 exams allocate marks across the syllabus in a structured manner. Below is an average distribution based on recent trends. പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഉണ്ടെങ്കിൽ 40 മാർക്സ് ആണ്, 10 വെച്ചിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ അതിൽ കവർ ചെയ്യുന്നത് പോയിട്രി, പ്രോസ്, ഡ്രാമ എക്സേർട്സുകളാണ്. ഇനി ലോങ് എസ്സേസ് ആണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് ആണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ 2 × 20 40 മാർക്സ്. അപ്പൊ എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് തീമാറ്റിക് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡിസ്കഷൻസ് ആയിരിക്കും. ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ദി ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 20 മാർക്സ് ആണ് കേട്ടോ ടോട്ടലി നമുക്കുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, അപ്പം അവിടെ നമുക്കുള്ളത് കീ ടോപ്പിക്സ് ഫ്രം ദി ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ തീംസ് ആണ് അവിടെ കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് വൈസ് മാർക്ക് അലക്കേഷൻ. ഇപ്പൊ നമ്മളിപ്പം ബ്ലോക്സ് നമുക്കറിയാം 7 ബ്ലോക്സ് നമ്മൾ ഇത്ര ഫെമിലിയർ ആണ്. അപ്പൊ ഇനി ഓരോ ബ്ലോക്സിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഉണ്ടാവും. അതിന്റെ ഒരു ആവറേജ് ആണ് പറയാം. സോ ബ്ലോക്ക് 2 നമുക്ക് ടോട്ടലി ഉള്ളതിന് 25% ഓഫ് മാർക്സ് അവിടെ കവർ ചെയ്യും. 20% ബ്ലോക്ക് 3ക്കും ബ്ലോക്ക് 7 25% ഓഫ് ദി ടോട്ടൽ മാർക്സ്. പിന്നെ ബാക്കി വരുന്ന 1, 4, 5 and 6 പറയുന്ന ബ്ലോക്സ് റെസ്റ്റ് ഉള്ള 30% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ കാണുക.
അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം ബ്ലോക്ക് ഇപ്പൊ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 7ഉം ആൻഡ് ബ്ലോക്ക് 3യും നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 7, വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ എക്സാമിൽ നമ്മൾ കുറച്ചും കൂടി ഒരുപാട് അധികം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലോക്ക് 2ഉം അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് 7ഉമാണ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ബാക്കി കൊടുക്കേണ്ടെന്നല്ല, നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ ബ്ലോക്ക് 2നും ബ്ലോക്ക് 3ക്കും ബ്ലോക്ക് 7നും ഓഫ് കോഴ്സ് കൊടുക്കാം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. അതിന്റെ ഒരു പൈ ഡയഗ്രാം ആണത്. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ നമ്മൾ ബ്ലോക്ക് വൈസ് ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട്. സോ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്. ബ്ലോക്ക് 2 സംസ്കാര ബൈ UR ആനന്ദമൂർത്തി. ഓക്കെ, ഇപ്പൊ നമുക്ക് യൂണിറ്റ് 3 ആ ടോപ്പിക് നമ്മുടെ യൂണിറ്റ് സംസ്കാര ആസ് ആൻ അലിഗറി. അപ്പൊ യൂഷ്വലി 5 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിസ്കസ് സംസ്കാര ആസ് ആൻ അലിഗറി. ഈ പറയുന്ന ക്വസ്റ്റൻ ഒരു 5 ടൈംസ്, സോ 20 മാർക്സിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ആൻഡ് ഓൾസോ അനലൈസ് ബ്രാഹ്മണിസം വേഴ്സസ് ആന്റി ബ്രാഹ്മണിസം ഇൻ സംസ്കാര. അതും നമുക്ക് എസ്സേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 20 മാർക്സിന്. ദെൻ 3 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയാം കേട്ടോ. ആൻഡ് യൂണിറ്റ് 2 narrative techniques, explain the concept of focalization in സംസ്കാര. 2 പ്രാവശ്യമാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ 20 മാർക്സ്. ദെൻ യു ഹാവ് ബ്ലോക്ക് 3 തോമസ് ബൈ ബിഷം സനി. അതില് നമുക്ക് യൂണിറ്റ് 3 കമ്മ്യൂണലിസം തീം, അത് ഫ്രീക്വൻസി എന്ന് പറയുന്ന 4 ടൈംസ് ആണ്. അപ്പൊ അതില് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് കമ്മ്യൂണലിസം ആസ് എ സെൻട്രൽ തീം ഇൻ തോമസ് ആൻഡ് ഓൾസോ ഇവാലുവേറ്റ് ദി റൂൾ ഓഫ് സബോൾട്ടൺ ക്യാരക്ടേഴ്സ് ഇൻ തോമസ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 ടൈംസ് ആണ്, ബട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് യൂണിറ്റ് 5 ലിറ്റററി ക്രിറ്റിസിസം, ഹൗ ഇസ് തോമസ് എ ക്രിറ്റീക് ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസം. 3 ടൈംസ് ആണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. സോ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. നമ്മൾ ബ്ലോക്ക് 4ലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് 1, ഓക്കെ, ഫസ്റ്റില് യൂണിറ്റ് 1 സോൾട്ട് ബൈ മഹാശ്വേത ദേവി. അത് എക്സ്പ്ലോയിറ്റേഷൻ ആസ് എ സെൻട്രൽ തീം ഇൻ സോൾട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 4 ടൈംസ് ആണ് അതിന്റെ റെപ്പിറ്റേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പൊ 10 മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ യൂണിറ്റ് 2 എടുക്കുകയാണെങ്കിൽ വി ഹാവ് ബർത്ത്ഡേ ബൈ ബഷീർ. അതില് ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ള 3 ടൈംസ് ആണ് ഫോർ ദി ക്വസ്റ്റ്യൻ ഡിസ്കസ് റിയലിസം ഇൻ ബർത്ത്ഡേ. മാർക്സ് ഫോർ 10 മാർക്സ്. ആൻഡ് ഇഫ് യു ലുക്കിംഗ് ടു ബ്ലോക്ക് 7ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തുഗ്ലക്ക് ബൈ ഗിരീഷ് കർണാട്. അതില് യൂണിറ്റ് 3 പാർ ആൻഡ് സിംബലിസം. അതിന്റെ ഫ്രീക്വൻസി 5 ടൈംസ് ആണ് കേട്ടോ. സോ 20 മാർക്സ്. അപ്പം അവിടെ ചോദിച്ച റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ തീം ഓഫ് പാർ ഇൻ തുഗ്ലക്ക്. ആൻഡ് ഓൾസോ 3 ടൈംസ് ഫ്രീക്വൻസി വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ യൂസ് ഓഫ് ചെസ് ആസ് എ മെറ്റഫോർ ഇൻ തുഗ്ലക്ക്. അഗൈൻ 10 മാർക്സ് ആണ് കേട്ടോ.
And unit 4, if you're looking characters, അത് 3 times ആണ് frequency വരുന്നത്. Marks എന്നത് 20 marks ആണ്. So here examine the complexity of Sultan Muhammad Tughlaq's character. ഇതാണ് repetitive ആയിട്ട് ചോദിച്ചിട്ടുള്ള question എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 8ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വി ഹാവ് യൂണിറ്റ് 2 കറുക്ക് ബൈ ബാമ. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ടൈം ആണ്. ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡസ് ബാമ റിഫ്ലക്ട് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഇഷ്യൂസ് ഇൻ കറുക്ക്. ഓക്കെ, ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ഉള്ള ആവറേജ് കവർ ചെയ്യുന്ന മാർക്സും അതിന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ബ്ലോക്ക് 2 ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി വരുന്നത് 8 ടൈംസ് ആണ്. റെക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അലിഗറി ആൻഡ് തീംസ് ഇൻ സംസ്കാരമാണ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 3 എടുക്കുകയാണെങ്കിൽ അഗൈൻ മാർക്സ് 20 മാർക്സ് ആണ്. ഫ്രീക്വൻസി ടൈം 7 ടൈംസ് ആണ്. അത് കവർ ചെയ്യുന്ന ടോപ്പിക് കമ്മ്യൂണലിസം ആൻഡ് ക്രിറ്റിസിസം ഇൻ തമസ്. ആൻഡ് ലുക്കിംഗ് ഫോർ ബ്ലോക്ക് 4, അവിടെ കവർ ചെയ്യുന്ന മെയിൻ ടോപ്പിക് എപ്പോഴും ചോദിക്കുന്ന റെപ്പിറ്റേറ്റീവ് ഒരു ടോപ്പിക് ആണ് തീംസ് ഇൻ സോൾട്ട് ആൻഡ് ബർത്ത്ഡേ. അത് 10 മാർക്സിന് വന്നിട്ടുള്ളത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ടൈംസ് ആണ്. ബ്ലോക്ക് 7 is power and symbolism in Tughlaq, and the frequency എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. ആൻഡ് മാർക്സ് is 20 മാർക്സ് ആണ് കേട്ടോ. ആൻഡ് ഫോർ ദ ബ്ലോക്ക് 8 you have the main recurring topic is gender and caste in കരുക്ക്. അത് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് മാർക്സ് is 20 മാർക്സ്. തേർഡ് is strategic recommendations for high frequency areas. ഇതിൽ വരുന്ന ഫോക്കസ് ഏരിയാസുകൾ ഏതൊക്കെയാണ്? സോ കോൺസെൻട്രേറ്റ് ഓൺ സംസ്കാരം. ബ്ലോക്ക് 2 സംസ്കാരം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്ലോക്ക് 3 തമസ് ആൻഡ് ബ്ലോക്ക് 7 തുഗ്ലക് ആസ് ദീസ് ഡോമിനേറ്റ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് വരുന്നത് ഷോർട്ട് സ്റ്റോറീസ് ലൈക് സോൾട്ട് ആൻഡ് ബർത്ത്. ബ്ലോക്ക് 4 വരുന്ന സോൾട്ടും ബർത്തിലും ഫ്രീക്വന്റ് ആയിട്ട് ഷോർട്ട് നോട്ട്സിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി കീ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, എങ്ങനെയൊക്കെ വേണം നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ തീമാറ്റിക് എസ്സേസ്, പ്രാക്ടീസ് എസ്സേസ് ഓൺ അലിഗറി, കമ്മ്യൂണലിസം ആൻഡ് പാത്ത് തീംസ്, critical analysis, master critical perspectives on caste and gender in texts like Karika. Then you have the symbolism, prepare notes on metaphors and symbols like chess in Tughlaq. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ആ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഒരു 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മെയിൻ ഫോക്കസ് ഏരിയാസുകളാണ് കേട്ടോ. ദെൻ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്, questions on allegory, samskara and power dynamics in Tughlaq appear consistently over years. അപ്പോൾ നമ്മുടെ സംസ്കാരം Tughlaq is very important ആണ് കേട്ടോ. Then increase focus on subaltern perspectives and gender issues in Thamas and Karika. നെക്സ്റ്റ് നമ്മളിപ്പോ ഈ പറഞ്ഞതിന്റെ ഒരു ഡയഗ്രാം ആണ്, ഒരു ബാർ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചത്. ബാർ ഗ്രാഫ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 7ഉം ആണ് വളരെയധികം റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 ബ്ലോക്സുകൾ. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4 ആണ്. പിന്നെ കുറച്ച് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 8 ആണ്. ഓക്കെ, 1 ഒക്കെ നമ്മൾ അധികം ഇല്ല. ബട്ട് മെയിൻ ഫോക്കസ് ഇസ് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 7ഉം. ദെൻ യു ഹാവ് ബ്ലോക്ക് 3 and 4 ആൻഡ് ലാസ്റ്റ് യു ഹാവ് ബ്ലോക്ക് 8. ഇതിന്റെ നമുക്കിപ്പം ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിച്ചതിൽ നമുക്ക് സംസ്കാരം ഏകദേശം ഒരു 23.5% അതിന്റെ ഒരു റെപ്പറ്റേറ്റീവ് ഒരു പെർസെന്റേജ് വരുന്നത്. അതേസമയം ഇഫ് യു ലുക്കിംഗ് ഫോർ ദി ഷോർട്ട് സ്റ്റോറീസും തമസും ആണെങ്കിൽ 20.6. ആൻഡ് സംസ്കാരനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ Tughlaq. അത് 23.5% ആണ് വരുന്നത്. ആൻഡ് ഫോർ Karika it is 11.8%. ഇനി നമുക്ക് പ്രോബബിലിറ്റി, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് ബ്ലോക്ക് 2ലാണെങ്കിൽ യൂണിറ്റ് 3 വി ഹാവ് അലിഗറി ആൻഡ് തീംസ്. അവിടെ ചോദിക്കാനുള്ള ചാൻസസ് ആർ വെരി വെരി ഹൈ, പ്രോബബിലിറ്റീസ് ഹൈ ആണ്. ഓക്കെ, സോ ഫ്രീക്വന്റ്ലി അത് നമുക്കത് റെപ്പിറ്റേറ്റീവ് ആണെന്ന് പറയാനുള്ള കാരണം ഇസ് ബിക്കോസ് മെയിൻ ആയിട്ട് നമ്മളുടെ എസ്സേസിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ബ്രാഹ്മണിസം വേഴ്സസ് ആന്റി ബ്രാഹ്മണിസം, ഇതിന്റെ പ്രോബബിലിറ്റി ഹൈ ആണ് ബിക്കോസ് കോ തീമാറ്റിക് aspect appears consistently in past exams. Then unit 2 narrative techniques, focalization structure, probabilities medium ആണ് because questions in narrative perspective are less frequent but still it is significant. നമ്മൾ ബ്ലോക്ക് 3 എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹൈയും മീഡിയം ആണ് ഉള്ളത്. അതിൽ യൂണിറ്റ് 3 കമ്മ്യൂണലിസം ഇസ് ഹൈ ആണ് because a major recurring theme relevant to historical and contemporary context. Then you have the subaltern characters, medium ആണ്, gaining prominence in recent exams. Subaltern perspectives are increasingly valued. ഇനി യൂണിറ്റ് നമ്മൾ 5 ആണെങ്കിൽ literary criticism is high ആണ് probability. Analytical essays on British imperialism and critic themes are often tested. നമ്മൾ ബ്ലോക്ക് 4 ഷോർട്ട് സ്റ്റോറീസ് ഫേസ്റ്റിലാണെങ്കിൽ യൂണിറ്റ് 1 സോൾട്ട് ഹൈ ആണ് ബിക്കോസ് അത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ഓൾവേസ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് യൂണിറ്റ് 2 വി ഹാവ് ബർത്ത് റിയലിസം,
അതിന്റെ പ്രോബബിലിറ്റി മീഡിയം ആണ്. റെഗുലർ ടെസ്റ്റഡ് ഇൻ ഷൂട്ട് നോട്ട്സ് അലൈൻസ് വിത്ത് ബഷീസ് ലിറ്റററി സ്റ്റൈൽ. പിന്നെ നമ്മൾ ഈ ബ്ലോക്ക് 7 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 3 പവർ ആൻഡ് സിംബലിസം, അതിന്റെ ചാൻസസ് ഹൈ ആണ് ബിക്കോസ് ഇറ്റ്സ് repeatedly featured in essay questions and also to thematic discussions. പിന്നെ നമുക്ക് വരുന്നതാണ് സുൽത്താൻ മുഹമ്മദ് തുഗ്ലക്സ് characterization and the probability high ആണ്. Focuses on complexity of the protagonist, the analytical area. Then you have block 8 is non-fictional prose. Other unit 2 characters caste and gender issues വളരെ ഒരു prominent thrust area ആണ്. High probability ആണ് because contemporary discourse is very relevant question. Study നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടോപ്പ് പ്രയോറിറ്റിയിൽ വി ഹാവ് ടു ലുക്ക് അലിഗറി ആൻഡ് ബ്രാഹ്മണിസം ഇൻ സംസ്കാര, കമ്മ്യൂണലിസം ഇൻ തമസ്, പവർ ആൻഡ് സിംബലിസം ഇൻ തുഗ്ലക്, കാസ്റ്റ് ആൻഡ് ജെൻഡർ ഇൻ കരിക്ക്, എക്സ്പ്ലോയിറ്റേഷൻ ഇൻ സോൾട്ട്. ആൻഡ് മീഡിയം probability questions അല്ലെങ്കിൽ ടോപ്പിക്സ് വരുന്നത് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റീസ് നാരറ്റീവ് ടെക്നിക്സ് ഇൻ സംസ്കാര, സബാൾട്ടൺ ക്യാരക്ടേഴ്സ് ഇൻ തമസ്, റിയലിസം ഇൻ ബർജി. ദെൻ തേർഡ് ഇസ് നമ്മുടെ ടെറിട്ടറി പ്രയോറിറ്റിയിൽ വരുന്നതാണ് സ്പെഷ്യലൈസ്ഡ് ക്രിറ്റിക്സ് ഓർ റെയർ തീമാറ്റിക് angles. And strategic study recommendations, high probability topics is focus on thematic essays and critical analysis of samskara, tamas and tughlaq. Prepare detailed notes on symbolism and central characters. Medium probability topics, review narrative techniques and unique perspectives such as subaltern viewpoints of Bashir's realism. Practice short notes to ensure clarity. Low probability topics, cover these for completeness but allocate minimal time, emphasizing broader thematic connections. Then നമ്മളിപ്പോൾ ഈ പറഞ്ഞതിന്റെ ഒരു ടേബിൾ ഫോമാറ്റിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. This is a pile diagram for the representation of our previous discussed areas. നമുക്കുള്ളത് predictive question paper ആണ്. Again നമ്മളുടെ predictive question paper for December 2024 Master's Degree Program in English. Term and examination, December 2024, MEG Contemporary Indian Literature in English Translation. Time 3 hours ആണ്, maximum marks 100 marks ആണ്. The general instructions, answer all questions. All questions carry equal marks unless specified otherwise. Write your answers in the space provided in the answer booklet. Support your arguments with examples from the text wherever applicable. അപ്പോൾ നമുക്കിവിടെ questions നോക്കുകയാണെങ്കിൽ you have to answer any 4 out of 6. അപ്പം അതിൽ നമുക്ക് 6 questions ഉണ്ടാക്കും. അതിൽ ഏതെങ്കിലും 4 നമ്മൾ എടുക്കുക. ഓരോ questionസിനും 10 marks ഉണ്ടാക്കും. അപ്പം ഇവിടെ analyze the following lines in the context of the poems, themes and self-definition. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിനകത്തുള്ള കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് you have to write the themes and the features of this. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംസ്കാരയിലുള്ള ഒരു നാരറ്റീവ് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് നമ്മൾ കമന്റ് ചെയ്യുക. Third question, discuss the symbolic use of imagery in the following lines from them. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന തമസി എന്നുള്ളതിന്റെ മെയിൻ സിംബോളിക് ഇമേജസും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. Fourth is explain the social critique embedded in this passage from Kariku. Cooking and serving, scrubbing and washing, there is kitchen in my dress. ഈ തന്നിരിക്കുന്ന ലൈൻസിന്റെ മെയിൻ ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ പെർസ്പെക്റ്റീവില് ക്രിട്ടിക്ക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം.
Then fifth one is evaluate the role of nostalgia in the following excerpt from Birds. And sixth question is interpret the following lines from Tughlaq and the relevance to the play's central conflict. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പഠിക്കാനുള്ള ടെക്സ്റ്റുകളിൽ ഓരോ ലൈൻസുകൾ തരും. അതിന്റെ ബേസിസിൽ വി ഹാവ് ടു ആൻസർ ഇറ്റ്. ഓക്കെ, നമുക്ക് സെക്ഷൻ ബി വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസ് എന്ന് ആൻസർ എനി ടു. ഓരോ ക്വസ്റ്റ്യനും ക്യാരീസ് 20 മാർക്സ്. ഓക്കെ, സോ ഡിസ്കസ് ദ തീം ഓഫ് കമ്മ്യൂണലിസം ഇൻ തമസ് ആൻഡ് ഇറ്റ്സ് കണ്ടംപററി റെലവൻസ്. Analyze the allegorical significance of samskara and critiquing Brahminical orthodoxy. Examine the portrayal of power dynamics and the tragic consequences in Tughlaq. Then you have discussed the caste and gender dimensions in Karikal, emphasizing how Bama's narrative challenges social norms. അപ്പൊ നമുക്ക് ഇവിടെ 10th ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ വർക്കിലുള്ള കാസ്റ്റും ജെൻഡറും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് നമുക്കുള്ള ആ ഒരു സൊസൈറ്റി ഉള്ള ടേംസിൽ എങ്ങനെയാണ് അത് ചാലഞ്ച് ചെയ്യുന്നത്. നമ്മൾ 9th ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിരിക്കുന്ന തുഗ്ലക് എന്ന് പറയുന്ന വർക്കിനകത്തുള്ള പവർ, പൊളിറ്റിക്കൽ ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. Then section C എന്ന് പറയുന്ന ഷോർട്ട് നോട്ട്സ് ആണ്. ഇവിടെ വിൽ ബി ഹാവിംഗ് 4 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് വിച്ച് യു ഹാവ് ടു റൈറ്റ് 2. ഓരോ ക്വസ്റ്റ്യൻസും 10 മാർക്സ് ഉണ്ടാകും. 11th ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ദ റൂൾ ഓഫ് സിംബിൾസ് ഇൻ എംറ്റിക്സ്. നമ്മൾ തന്നിരിക്കുന്ന വർക്കിലെ മെയിൻ സിംബിൾസുകൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യണം. 12th is comment on realism as depicted in Bashir's birthday. 13th question is evaluate the significance of the title Salt in Mahashweta Devi. So, എന്തുകൊണ്ടാണ് ആ ഒരു വർക്കിന്റെ ടൈറ്റിൽ മീൻസ് ആ ഒരു എംഫസിസ് ഓൺ ദി ടൈറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ഇസ് റൈറ്റ് എ നോട്ട് ഓൺ ദി നാരറ്റീവ് ടെക്നിക് ഇൻ വിജയദൻ ദത്താസ് ദ കോംപ്രമൈസ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പേപ്പറിൽ അദ്ദേഹം യൂസ് ചെയ്ത കൈൻഡ് ഓഫ് ടെക്നിക് എന്താണെന്നുള്ളത് വി ഹാവ് ടു പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. സോ റിമെമ്പർ ഷോർട്ട് നോട്ട്സ് ആണ്, വളരെ ക്രിസ്പ് ആൻഡ് ബ്രീഫ് ആയിട്ട് നമ്മൾ എഴുതാട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ഡി ആണ്. 2 ക്വസ്റ്റ്യൻ ആൻസർ എനി വൺ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്സ്. ഓക്കെ, അപ്പം അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻസൈറ്റ്. അപ്പൊ നമുക്ക് വെറുതെ ഒരു സമ്മറി മാത്രമല്ല നമ്മൾ അത് എഴുതി നമ്മൾ അനലൈസ് ചെയ്ത് ചിന്തിച്ച് പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഡിസ്കസ് ദ യൂസ് ഓഫ് ഐറണി ആൻഡ് സറ്റയർ ഇൻ ഗിരീഷ് കർണാഡ്സ് തുഗ്ലക്. Last question is analyze the role of subaltern characters in Thomas, focusing on how they contribute to the narrative's thematic depth. ഇത് നമുക്ക് ഇത് 2 ക്വസ്റ്റ്യനും ഏതെങ്കിലും ഒരെണ്ണം യു ക്യാൻ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അധികം കോൺഫിഡന്റ് ഏതാണ് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് അത്രയും യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണ് നിങ്ങൾ മനസ്സിലാക്കി പോയിന്റ്സ് ഒക്കെ മനസ്സിൽ ഓർത്ത് പ്രോപ്പർ ആയിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാട്ടോ. അപ്പം ഇതിന്റെ എല്ലാം ആൻസേഴ്സ് നമ്മളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും, അത് നിങ്ങൾ ചെക്ക് ചെയ്യാട്ടോ. ഓക്കെ, ദെൻ താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.